എന്താ ഹരി, സുഖാണോ? വൈകുന്നേരം ഞാൻ നേരത്തെ വരാം, നമുക്ക് സിനിമയ്ക്ക് പോകേണ്ടതാണ്. ആ ശരി, ആയിക്കോട്ടെ. എന്താ പത്തരയാലോ? എത്ര മണിക്കാ വരണ്ടേ? 9:30 വരണം. എന്നാ പിന്നെ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. നാളെ ഞാൻ അങ്ങനെ ചെയ്താ പോരെ? ഓൾ ലേഡീസ് ഇങ്ങോട്ട് വന്നാ, ഇങ്ങോട്ട് വാ. മോനെ, എനിക്കുള്ള മരുന്നൊന്ന് പെട്ടെന്ന് എടുത്തു തന്നാ കൊള്ളായിരുന്നു. കൈ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, തല വേദനിക്കുന്നു, ഉറക്കാണേ തീരെ ഇല്ല. നന്നായിട്ട് ഉറക്കം വരുന്ന വല്ല മരുന്നും ഉണ്ടെങ്കിൽ താ മോനെ. ഇത് കഴിച്ചാ മതി, പിന്നെ കണ്ണ് തുറക്കത്തേ ഇല്ല. നീ നന്നായി വരും എന്റെ പൊന്നു മോനെ. ദൈവമേ. ആ പറഞ്ഞു എന്താ വേണ്ടേ? എനിക്ക് അത് കുട്ടി പറഞ്ഞോട്ടോ. അത് പിന്നെ ഓ മനസ്സിലായി കേട്ടാ, മനസ്സിലായി. ഹലോ, ആരാ? ഇതല്ലേ ചോദിച്ചേ? ഞാൻ കാവ്യ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അയ്യോ, ഇന്ന് പറ്റില്ലടാ എനിക്ക്. പിന്നെ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു 100 രൂപ തരണേ. പറയടാ. അതെ, കുറച്ചു നേരം ഒന്ന് കട നോക്കും, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ഇപ്പൊ അല്ലടാ നീ വന്നേ? മൂത്രം വരുമെന്ന് തോന്നിയാ പിടിച്ചു നിർത്താൻ പറ്റുമോ? എപ്പോ വരും, ഇതിലെ വരുമെന്നൊക്കെ ആർക്കറിയാം. പോയിട്ട് വാടാ. എത്ര മണിക്കാ കട തുറന്നത്? 10:30. എത്ര മണിക്ക് കട തുറക്കണം? 9:00. അല്ല, ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തുറന്നാ മതിയായിരുന്നല്ലോ. അതവിടെ നിൽക്കട്ടെ. ഹരി എന്ന് പേരുള്ളൊരു മാന്യ വ്യക്തി അവിടെ, അവനിന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലേ? ചേട്ടാ, അവൻ നേരത്തെ വന്നായിരുന്നു. വന്നെന്നോ? എന്നിട്ട് എവിടെ? ആളെ കാണുന്നില്ല. അവനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെന്റെ ടേബിളോ അതോ നിന്റെ വീട്ടിലെ ചവറ്റുകോട്ടയോ? എന്തൊരു അഴുക്കാ ഇത്! എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ മലയാളി? ചേട്ടാ, നമ്മുടെ കട നമ്മളല്ലേ വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ മലയാളി? പറഞ്ഞ ശരിയല്ലേ? ഓയ്യോ, നാളെ തൊട്ട് വൈകി വന്നാലുണ്ടല്ലോ അടി നിനക്കായിരിക്കും കിട്ടുക. അത് ഞാൻ തന്നെ മേടിക്കണം. ഓ ജോലി നോക്ക്. മനസ്സിൽ ഒരുത്തന്റെ വിചാരം മമ്മൂട്ടിയാണെന്ന്, മറ്റവന്റെ വിചാരം മോഹൻലാലാണെന്നുവാ. ഇയാടെ വർത്താനം കേട്ട ഇയാള് ദുൽഖർ സൽമാനാണ്. എടാ ഹരി, എന്തോ ഒരേ ഒരു മസാല ദോശയും ഒരേ ഒരു ചായയും മേടിച്ചോണ്ട് വാ. പോടാ. പോകാം മുതലാളി. ഒരു ചായ, ഒരു മസാല ദോശ. എടാ, ഒരു കാപ്പി, ഒരേ ഒരു കാപ്പി. ഒരു മസാല ദോശ, ഒരു ചായ. ഒരു മസാല ദോശ, ഒരു ചായ. ഒരു മസാല ദോശ. റിവേഴ്സ്. എന്താ ഈ ഭാഗത്തൊക്കെ? ഇയാൾക്കെന്താ ചെവി കേക്കില്ലേ? ചേച്ചി ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ചേച്ചിനെ നന്നായിട്ട് അറിയാമോ? എനിക്കും അറിയാം. ശരി, വൈകിട്ട് ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വന്നേക്കെന്ന് പറഞ്ഞേക്ക്. അവിടെ നിൽക്കേ. എടാ പേരെന്താ? എടോ എടാ പേരെന്താന്ന്? സുരേഖ. എന്നാ ചെല്ല്. ശരി.
എടാ സുരേ ഇവിടെ കൊണ്ടുവന്ന് വെക്കേ. എന്താ എന്താടാ കിടന്ന് പരുങ്ങുന്നേ? മസാല ദോശ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. അയ്യോ മസാല ദോശ മേടിക്കാൻ പറഞ്ഞു മുതലാളി അല്ലേ? ഒരേ ഒരു കാപ്പി. എപ്പോ നോക്കിയാലും ചായ ചായ. മുതലാളി ദേ താക്കോല്. നാളെയെങ്കിലും നേരത്തെ വരണം. മുതലാളി ആ, ഇന്ന് എനിക്ക് ശമ്പളം തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് മാത്രം കൃത്യമായിട്ട് ഓർത്ത് ചോദിക്കണം. 1 2 3 4 5. അല്ല മുതലാളി, ഇത് 5000 അല്ലേ ഉള്ളൂ. എനിക്ക് 6000 ആണ് അതെ, വേണ്ടത്. കൃത്യസമയത്ത് വന്ന് കട തുറക്കുമല്ലോ അവന്, നിനക്കല്ല. വൈകി വരുന്ന ഓരോ ദിവസവും 100 രൂപ വെച്ച് കട്ടാവും. ഇനിയെങ്കിലും നേരാൻ വണ്ണം വന്ന് കട തുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ശമ്പളം തന്നെ കിട്ടില്ല. മുതലാളി ചേട്ടൻ പറഞ്ഞു. അല്ല എനിക്കും ശമ്പളത്തിന്റെ കാര്യം എണ്ണി നോക്കുമായിരിക്കും അല്ലേ? ശമ്പളം മുഴുവൻ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണോ? നിന്റെ ശമ്പളം കട്ട് ചെയ്താലുണ്ടല്ലോ തല കറങ്ങി അപ്പൊ തന്നെ താഴെ വീഴും. ഓർമ്മയിരിക്കട്ടെ, നാളെ തൊട്ട് മര്യാദക്ക് സമയത്തിന് വന്ന് കട തുറക്കണം. ഞാൻ വരാം. സമയത്ത് വന്നില്ലെങ്കിൽ നിന്റെ ശമ്പളം കട്ടാവും. ഞാൻ നേരത്തെ വന്നോളാം. മുതലാളി പോയാൽ രാവിലെ വന്ന് കട തുറന്നോണം. ശരി മുതലാളി. ആ, ഗുഡ് നൈറ്റ് മുതലാളി. എടാ ഹരി, 6000 തരണ്ട ഇവിടുത്തെ 5000 തന്നാൽ ഞാൻ എങ്ങനെയാടാ കുടുംബം പോറ്റുന്നത്? ശരി ചേട്ടാ, ചേട്ടന് ഒരുപാട് ചെലവുണ്ട്. നേരെ പോയി ഇയാള് ശമ്പളം തരുന്നുണ്ടോ? ഇന്ന് ഡേറ്റ് 15 എടാ 15-ാം തീയതി ശമ്പളം കിട്ടിയാൽ നമ്മൾ എങ്ങനെ കുടുംബം പോറ്റാനാ? ആലോചിക്കുമ്പോൾ വട്ട് പിടിക്കുക. അല്ല അതുപോട്ടെ, നിങ്ങൾക്ക് രാവിലെ വന്ന് കട തുറന്നാൽ എന്താ? അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക വീട്ടില്? നീ കല്യാണം കഴിച്ചു നോക്കുക, അപ്പം അറിയാം. രാവിലെ പിള്ളേരെ എഴുന്നേൽപ്പിക്കണം, അപ്പി ഇടിപ്പിക്കണം, കഴുകണം, കുളിപ്പിക്കണം, പിന്നെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, പിന്നെ സ്കൂളിൽ കൊണ്ടുവിടണം. ഇതൊക്കെ കഴിഞ്ഞ് വേണ്ട ഞാൻ അങ്ങോട്ട് വരാൻ. നീ ഒറ്റത്തടിയല്ലേ? അതൊക്കെ ശരിയാണ്. ഇയാൾ തരുന്ന 4000 കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. 6 മാസമായി ഈ നാട്ടിൽ വന്നതിന് ശേഷം എന്തൊരു കഷ്ടപ്പാടാണ്. 6 മാസമല്ലേ ആയുള്ളൂ. 4 വർഷമായിട്ട് ഞാൻ ഇതേപോലെ കഷ്ടപ്പെടുക. 10 പൈസക്ക് പ്രയോജനമില്ല. അല്ല ചേട്ടാ, ചേട്ടനപ്പോ എത്ര ആയിരുന്നു ശമ്പളം? 5000. ഇപ്പോഴും അത് തന്നെയല്ലേ വാങ്ങുന്നേ? എടാ അതിനെക്കുറിച്ചല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്ക് എന്നാ ചെവി കേൾക്കില്ലേ? ചേട്ടാ ഏ ആ പെണ്ണ് തനിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. കൂടെ ആരുമില്ല. ആ പരിസരത്ത് ഒരു വീട് പോലും ഇല്ല. വീട് ഏത് ഭാഗത്തായിട്ട് വരും? ആ പൊട്ടക്കുളത്തിന്റെ അടുത്താണ് ഒരു ഓടയൊക്കെ ഇല്ലേ അവിടെ? അവിടെ ആ ഓടയിലെ നാറ്റം ഇവിടം വരെ ഉണ്ടല്ലോ അവിടെ. അതാ ഓടയിലെ നാറ്റമൊന്നല്ല ചേട്ടാ. ചേട്ടൻ കഴിക്കുന്ന സാമ്പാറിന്റെയാ. 3 ദിവസം മുന്നേ വെച്ച സാധനം ഇത്. എന്തിനെങ്ങനെ ധൃതി വെക്കുന്നത്? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദിവസവും നീ ഇങ്ങനെ തന്നെ പറയുന്നേ. ചേട്ടാ നീ അങ്ങോട്ട് മാറ്. എന്താ ഇത്? ഇങ്ങോട്ട് മാറ. ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് മാറ്. എന്റെ കെട്ടിയോൾ ഓടിപ്പോയതിനു ശേഷം ഇതുപോലത്തെ ഒരു സീന ആദ്യമായിട്ടാണ് കാണത്തെ. നിങ്ങളുടെ കെട്ടിയോളെന്താ ഓടിപ്പോയോ? അതേടാ. പോയപ്പോ കത്തോല എഴുതി വെച്ചിട്ടാണോ പോയേ? ഒന്നും എഴുതാതല്ലേടാ പോയത്. ഒന്നും എഴുതാൻ പോലും സമയം കിട്ടില്ലെന്നാണോ പറയുന്നത്? ഡാ, എന്റെ കെട്ടിയോൾ ഓടിപ്പോയത് ഓർത്തിട്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. നീ എന്തിനാണ് വിഷമിക്കുന്നേ? അങ്ങോട്ട് നോക്കടാ, അവരെങ്ങനെ എൻജോയ് ചെയ്യുന്നേന്ന്. നമ്മളൊക്കെ ജനിച്ചത് തന്നെ ഭൂമിക്ക് ഭാരമാണ്. നമ്മളെന്ന് വെച്ചാൽ എന്നെ എന്തിനാ ചേർക്കുന്നത്? എന്റെ ജീവിതം നല്ല അടിപൊളിയായിട്ടാ പോകുന്നത്. അതുപോട്ടെ, നിങ്ങൾക്ക് ഈ വയസ്സിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ എപ്പോഴേ തീർന്നു ചേട്ടാ. അവരുടെ നല്ല കാലം. നീ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടടി. ചുമ്മാ ഇരിക്കടാ. പൗഡർ ടിന്ന. ചേട്ടാ എന്നടാ, ഈ ഫാൻ നമുക്ക് എടുത്തോണ്ട് പോയാലോ? ഒരുപാട് വലിയ സാധനം എടുക്കാതെ ചാക്കിനകത്ത് കൊള്ളുന്ന പോലെ ചെറിയ സാധനം എടുക്ക്. ആ ശരി. ചേട്ടാ
ചേട്ടാ അയ്യോ എന്നാടാ ദേ കാശ്. കാശോ എത്രയുണ്ടടാ? 5000 ഉണ്ട് ചേട്ടാ. നമ്മളെ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ലേ അവൾ ഉണ്ടാക്കിയത്, കണ്ടില്ലേ? എടാ ഇങ്ങനെ സമ്പാദിക്കണേ പെണ്ണായിട്ട് ജനിക്കണം. ആ കാശ് അവിടെ തന്നെ വെച്ചേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞു? എടാ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതെ പോയാ പോലീസിൽ ആരും കംപ്ലൈന്റ് കൊടുക്കില്ല. എന്നാ കാശ് കാണാതെ പോയാ ഉടനെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുമടാ. അതുകൊണ്ട് നീ ആ എടുത്തിവിടെ തന്നെ വെച്ചേക്ക്. ശരി ശരി, ഇവിടെ തന്നെ വെച്ചേക്കാം. ആ അവിടെ ഇരിക്കുന്ന മണി എടുക്ക്. നീ അത് അടിക്കാതെ ചാക്കിലോട്ടിട്ട് അത് ഗോപാലേട്ടന്റെ കടയിൽ 70 രൂപയ്ക്ക് എടുത്തോളും. നല്ല നല്ല പട്ടുസാരികൾ, പട്ടിന്റെ പാവാടകൾ, പട്ടിന്റെ ജെട്ടികൾ, പഴയ സാധനങ്ങളും എടുക്കും. നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാ പഴയ സാധനങ്ങളും എടുക്കുന്നതാണ്. വരൂ വരൂ, എല്ലാവരും ഓടി വരൂ. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. പഴയ പട്ടുപാവാടകൾ. പഴയ പട്ടുസാരികൾ, പട്ടുപാവാടകൾ. എടാ എല്ലാ ബോക്സും എടുക്കാതെ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. എന്താ ഈ സാധനം കണ്ടില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കും ആരെങ്കിലും? എന്താ പറയുന്നത്? വേഗം എടുത്ത് വെക്ക്. ഓണം പ്രമാണിച്ച് വമ്പിച്ച വിലക്കുറവേ. വാങ്ങുവിൻ വാങ്ങുവിൻ വാങ്ങുവിൻ. വെച്ച വിലക്കുറവേ. അല്ല, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി വന്നിട്ടുണ്ടല്ലോ, അതാരാ? എന്റെ ഒരു അകന്ന ബന്ധുവാ. അതവിടെ നിക്കട്ടെ, എന്താ ചോദിക്കാൻ? ഒന്നുമല്ല, ഇന്നലെ വഴി വെച്ച് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അവളൊരു നാട്ടുംപുറത്തോരിയാ. അവളുടെ ആൾക്കാരൊക്കെ ഒരു വല്ലാത്ത ടൈപ്പാ. അവരെല്ലാരും പടയെടുത്ത് വന്നാ നിന്റെ അവയവങ്ങളൊന്നും യഥാസ്ഥാനത്തുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം നോക്കണ്ട. ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനല്ലേ? മുതലാളി, എന്താ മുതലാളിയുടെ ഫാമിലി തേക്കുന്ന പേസ്റ്റിനകത്ത് ഉപ്പുണ്ടോ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അല്ല, ഇതിനകത്ത് ഉപ്പുണ്ട്. ഇത് നല്ല പേസ്റ്റാണ്. എന്റെ ഫാമിലി പല്ല് തേച്ചാൽ എന്താ, തേച്ചില്ലെങ്കിൽ എന്താ? നീ നിന്റെ പണി നോക്കടാ, ശമ്പളം കേട്ടാവും പറഞ്ഞേക്കാം. അല്ല മലയാളി, ലിസ്റ്റില് 10 ഉണ്ട്, പാക്കിങ്ങിൽ 9 എണ്ണ കാണുന്നുള്ളല്ലോ. ശരിക്കും എണ്ണി നോക്കടാ. 3 3 3 3 9 എണ്ണം ഉള്ളെന്ന്. പാക്കിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് കണ്ടില്ലേ മുതലാളി? എങ്ങനെയൊക്കെ ചതിക്കുന്നല്ലേ നമ്മളെ? ഭയങ്കര കള്ളത്തരമാണ്. ഞാൻ ഫാമിലി ആയിട്ട് പളനിക്ക് പോവാ. വരാൻ 2 ദിവസം എടുക്കും. അതുവരെ കട നേരാൻ വേണം നോക്കണം. കടയിൽ പൈസയോ സാധനങ്ങളോ മറ്റോ കുറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ. പെട്ടിന്ന് 5000 രൂപ എടുത്തിട്ടുണ്ട്, എഴുതി വെച്ചേക്കണം. മുതലാളി, ഞങ്ങൾക്കും കൂടി ചേർത്തൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. ശ്രമിച്ചു നോക്കാം. അതുപോലെ മുതലാളി, നിനക്കെന്താ വേണ്ട? പ്രസാദം കൊണ്ടുവരാൻ മറക്കല്ലേ ഏട്ടാ? വാങ്ങിച്ചോണ്ട് വരാം. ശമ്പളത്തിൽ നിന്ന് പിടിക്കും. തലവേദന മാറി കിട്ടി. തലവേദനയ്ക്കുള്ള മരുന്ന് തന്നേ. തലവേദനക്കൊന്നും മരുന്നില്ല, താൻ പോടും. എന്നാ വയറുവേദനയ്ക്കുള്ളത് തന്നേ. എടോ, വയറുവേദനക്കാണെങ്കിൽ ബാറിപ്പോ 2 അടിച്ചാൽ മതി, മാറിക്കോളൂ. എന്നാ തലവേദനയ്ക്കും കുളിയില്ല, വയറുവേദനയ്ക്കും കുളിയില്ല, പിന്നെ എന്തിനാ മെഡിക്കൽ സ്റ്റോർ? ചുമ്മാ ഒരു രസത്തിന്. തനിക്ക് ഇവിടെ മരുന്നൊന്നുമില്ല, താൻ പോടോ. ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതിനെന്തേലും മരുന്നുണ്ടാവോ ചേട്ടാ? ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലടാ, വിളിച്ചു പോയി വിൽക്കുന്നത് കാണാം. ഒരെണ്ണം മതിയാകും, നിന്റെ ജീവിതം മാറിപ്പോവും. എടാ വാടാ, വേറെ വല്ല കടയിലും പോ. നാണമില്ലാത്ത മതി. അവിടെ ഒന്നും ചോദിക്കാൻ വന്ന നമ്മളെ വേണം. ചേട്ടാ, ഈ ലോകത്തില് വെള്ളമടിക്കുന്ന സമയത്ത് സൈഡ് ഡിഷ് ആയിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ചേട്ടൻ മാത്രമേ ഉള്ളൂ. അനിയ, ഇത് സ്ട്രോബെറി ഫ്ലേവറാ. ഇത് കണ്ടോ നീ? ഇതൊക്കെ യൂസ് ചെയ്തിട്ട് 4 വർഷമായി. കമ്പനി സാധനം 1 2 3. ചേട്ടാ, എന്തിനാ കഷന്റെ തലേന്ന് ഏത് സമയം നമ്മുടെ മെക്കെട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നേ? അതിരിക്കട്ടെ, പണിക്കാരോട് അയാൾക്കൊരു ബഹുമാനം ഇല്ലടാ. അതല്ല ചേട്ടാ, അവന്റെ തലക്കകത്ത് ബുദ്ധിയില്ലാന്ന്. അവന്റെ തലക്കകത്തൊന്നുമില്ലെന്നേ. പഞ്ചാമൃതത്തിന് വേണ്ടി കാശ് ചോദിച്ചെന്ന് ഇന്ന് ഞാൻ അവന്റെ വീട്ടിൽ. ശിവരാത്രിയാ.
ഇവിടെ ഒരുപാടുണ്ടല്ലോ വേൾഡ് കപ്പ്. ചാക്കിലോട്ട് തട്ടിയാക്കാം. ഇവനെന്തോ ഈ കാർ തുപ്പിക്കൊണ്ടിരിക്കുന്നേ? ഏയ് എടാ വന്ന് ജോലി നോക്ക്. നേരം വിളക്കാൻ പോകുന്നു. നിന്നോടല്ലേ പറഞ്ഞ എഴുന്നേക്കാൻ? കമോൺ. തൊപ്പി കൊള്ളാം. വേറെന്താ കുപ്പിയോ? എന്നാ ഒന്ന് നോക്കാം. ഓരോ ഡോസ് വിട്ടിട്ട് തന്നെ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കുടിക്കാം. എന്നെ അടുത്തോണ്ടിരിക്കടി അവിടെ. വേഗം വാ. എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിട്ടാ? കേട്ട മോനെ, ഒന്ന് വേഗം വാടി. ഒന്ന് വേഗം വാടി. അകത്ത് കയറി ഉടനെ വാതിൽ കുറ്റിയിട്ടോ. ആ നമുക്ക് പോവാം. കുറച്ച് വെള്ളം വേണം. ഇല്ല. എന്നാ ഒരു ചായതാ. പാലില്ല. ചീര ചീരേ, പച്ച ചീരേ, നല്ല നാടൻ ചീരേ, ചീര ചീരേ, ചീരേ. രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി. ജന്മം. ഹലോ. ആ ശരി, വരാം ഞാൻ. നാശം പിടിച്ചവനെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. നാടായ നാട് മുഴുവനും തേടി ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുത്തത് അവളെയും കളഞ്ഞേച്ച് വന്ന് ഇതിനകത്ത് കുത്തിയിരിക്കുന്നല്ലോ. ഈശ്വര, പുറത്തിറങ്ങി എനിക്ക് നാണക്കേടാകുക. എടാ, നീ എവിടെ കേറി ഇരിക്കുകയാടാ? നിന്റെ ജീവിതം തുറച്ചിട്ടിങ്ങനെ നടക്കുകയാണോ? ഇതെവിടുന്ന? അവള് പോയിട്ട് ഇപ്പൊ 4 വർഷമായില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്താ? എനിക്കെന്തോ തുണി വാങ്ങാൻ പോയതുപോലെയല്ലേ നിന്റെ വർത്താനം? ആ തുണിക്കടക്കാരന്റെ കൂടെ ഓടിപ്പോയെന്ന് പറയടാ. 2 സുന്ദരിക്കുട്ടന്മാരെ അല്ലേ എനിക്ക് പെറ്റ് തന്നിട്ട് അവളെ ഓടിപ്പോയത്. നാശം പിടിച്ചവള്, ഒരിക്കലും ഗുണം പിടിക്കാത്തവള്. ദോശറാണി, ദോശറാണി, ഒരു ദോശ. ആശ ദോശ, ആശിഷ്ട ദോശ, അമ്മേ ആശ ദോശ. ദോശറാണി, എന്താ ഇത്? നിന്റെ ഈ ദോശ അമാവാസിൽ ഇരുട്ട് പോലെ കറുത്തു പോയല്ലോ. ഇതിങ്ങനെ കരിഞ്ഞു പോയത് നിന്റെ കണ്ണി കണ്ടില്ലേ? എന്താ? കീറിയ ബ്ലൗസ് കണ്ടില്ലേ? എന്റെ കീറിയ സാരി നിങ്ങൾ കണ്ടില്ലേ? കണ്ടിട്ട് കാണാത്ത പോലെ നടക്കല്ലായിരുന്നോ? മിണ്ടാതിരുന്ന് കഴിച്ചോണം. അല്ലെങ്കിലേ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താ ഞാൻ നല്ല ദോശ ചുട്ടു തരാം. ആശ ദോശ, ഞാൻ ആശിച്ച ദോശ. എന്റെ മോൻ ഒന്നും കഴിക്കാതെ കണ്ടില്ല കരഞ്ഞോണ്ട് വെച്ചെന്ന് പോന്നെ. നീ സമയാസമയത്ത് വെച്ച് പുഴുങ്ങി തിന്നെ. മിണ്ടാതിരിക്കുന്നുണ്ടോ തള്ളേ? 1 വർഷമായിട്ട് ഞാൻ ഈ സാരി തന്നെ ഉടുത്തോണ്ടിരിക്കുന്നേ. ഒരു ബ്ലൗസ് വാങ്ങിത്തരാൻ വക്കില്ലാത്ത നിങ്ങളുടെ മകന് ഈ കരിഞ്ഞു പുകഞ്ഞ ദോശ തന്നെ അധികമാ. നിങ്ങളുടെ മകനെ കെട്ടി നേരത്തുണ്ടല്ലോ, ആ ജൗളിക്കട സുബ്രഹ്മണ്യത്തിനെ കെട്ടിയിരുന്നെങ്കിലേ ദിവസം ഒരു സാരി ഉടുത്തെനിക്ക് ഭംഗി നോക്കാമായിരുന്നു. നാശം പിടിച്ചു നിങ്ങള്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ കടയുടെ താക്കോല് കൊണ്ട് കളഞ്ഞു ചേട്ടാ. താക്കോല് താ ചേട്ടാ. എന്നെ മുതലാളി തല്ലിക്കൊള്ളും ചേട്ടാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എങ്ങനെയെങ്കിലും തുറക്കുന്ന ഒരു താക്കോല് താ ചേട്ടാ. തല്ലിക്കൊള്ളും ചേട്ടാ, പ്ലീസ്. അയ്യോ ചേട്ടാ, ഓടി വാ ചേട്ടാ. ചേട്ടാ, അയ്യോ ചേട്ടാ, വേഗം വേഗം അയ്യോ പെട്ടി ഇങ്ങോട്ടോ. ഞാൻ വേഗം വാ ചേട്ടാ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും ചേട്ടാ. അയ്യോ ഇവിടെ വെക്കാം. എവിടെ താക്കോല്? ഇതിനകത്തുണ്ടോ താക്കോല്? ഒന്ന് വേഗം തുറക്കുക ചേട്ടാ. അറിയാനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങാനും വന്നു കഴിഞ്ഞാൽ അയ്യോ.
അയ്യോ നിനക്കറിയില്ലേ മറന്നുപോയ ചേട്ടാ. ഇപ്പുറത്ത് ചേട്ടാ. ചേട്ടൻ ദൈവം തന്നെ ചേട്ടാ. എന്റെ ജീവിതം തന്നെ ഈ ഏരിയയിൽ എന്റെ കൈ കൊണ്ട് തുറക്കാൻ പറ്റാത്ത പൂട്ടേ ഇല്ലടാ. കേട്ടോ നീ പോയി പണി നോക്ക്. ഇവനെന്തിനാ പുറത്തേക്ക് ഓടുന്നു? ഈ കടയ്ക്ക് ഇത്രയും ഓണേഴ്സോ? പാർട്ട്ണർഷിപ്പ് ബോയ്. ഇതെന്നാ പാർട്ട്നേഴ്സ് എല്ലാം ബോക്സ് എടുത്തോണ്ട് പായുന്നേ? ഇവന്മാരിനി റോഡ് സൈഡിൽ വിൽക്കാനുള്ള പ്ലാൻ ആണോ? സൈക്കിള് പറഞ്ഞു വെച്ചിട്ട് പോവാണോ? ഇവനെന്തിനാ അവന്റെ കടയിൽ പെട്ടിയെടുത്തോണ്ട് ഓടുന്നു? കൺഫ്യൂഷൻ ആയല്ലോ. അയ്യോ, ഈ കടയിൽ ആരും ഇല്ലേ? അപ്പൊ അവന്മാര് കള്ളന്മാരായിരുന്നു. അല്ലെങ്കിലേ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താ ഞാൻ നല്ല ദോശ ചുട്ടു തരാം. അയ്യോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കള്ളനല്ല, എന്നെ വിട്ടേക്കണേ. അയ്യോ ഞാൻ ഓടിച്ചിട്ടില്ല. അയ്യോ അതൊന്നും ചെയ്യല്ലേ. എനിക്കറിയാം തനിക്കൊന്നും അറിയില്ലെന്ന്. അധികം വൈകാതെ ആ കള്ളന്മാരെ ഞാൻ പിടിച്ചോളാം. പിടിക്കണം മാഡം, പിടിക്കണം. ആ കള്ളന്മാരും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതെ മാഡം, അതെ. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. എന്താ മാഡം? ആ സാരി നിന്റെ കയ്യിൽ എങ്ങനെയാടാ വന്നേ? സാരി കീറി മാഡം. റോജാ റാണിയുടെ ദോശ കരിഞ്ഞു പോയി മാഡം. അങ്ങനെ പുതിയ സാരി കൈ വന്നു. ശരി, എന്തോ അബദ്ധം പറ്റിപ്പോയതായിരിക്കും. അത് വിട്. ഒപ്പിട്ടിട്ടെ സ്ഥലം വിടാൻ നോക്ക്. മേഡം തമാശ പറഞ്ഞാ അയാൾ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടാ, പോവാൻ നോക്ക്. ഇല്ല മാഡം, ഇവിടുന്ന് നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടിട്ടേ പുറയിൽ നിന്നാണ് എൻകൗണ്ടർ ചെയ്യുമോന്ന് പേടിയുണ്ടോ മാഡം? എൻകൗണ്ടർ? അതെ മാഡം. നിന്നെ സീരിയൽ ഒരുപാട് കാണാറുണ്ടല്ലേ? എടാ, നിന്നെയൊക്കെ എൻകൗണ്ടർ ചെയ്ത എൻകൗണ്ടറിന് തന്നെയാ മാനക്കേട്. സ്വന്തം ഭർത്താവ് പോലീസിന്റെ അടിയും വാങ്ങി ഇവിടെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ? അവക്ക് എന്താ എന്ത് പറ്റിയെന്നൊന്ന് ചോദിച്ചുകൂടെ? നാശം പിടിച്ചവള്. അവക്ക് തിന്നണം, കുടിക്കണം, കിടക്കണം, അല്ലാതെ ഒരു വിചാരവും ഇല്ല. നമ്മളെ കൊണ്ട് ഇതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെങ്ങനെയാ ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നേ? ഇതെന്താ ഭാഗ്യം മാത്രമായിട്ട് ഇങ്ങോട്ട് വീണത്? കള്ളൻ കള്ളൻ ദാണ്ട് ചാടുന്ന കള്ളൻ. ഒരു കള്ളി. റോജാറാണി. സോറി ഗിരിധർ. റോജാറാണി, ഇതാണ് സുബ്രഹ്മണ്യം. നമ്മുടെ കുട്ടികൾ. അവരെ നല്ലതുപോലെ നോക്കണം ഗിരിധർ. അവര് ചെറിയ കുട്ടികളല്ലേ? റോജ. എന്താ ഏട്ടാ ഈ പെണ്ണുകളൊക്കെ ഇങ്ങനെ ഒരുപോലെ? എങ്ങനെ? നമ്മളൊരു കാര്യം പറഞ്ഞ അതിനങ്ങോട്ട് ചുമ്മാ തടസ്സമായിട്ട് നിൽക്കുമെന്ന്. ചുമ്മാ ഇരിക്കാൻ ഒന്നുമില്ല. ഇതെന്നാടാ സീല് വെച്ചതാണോ? ഇത് സീല് വെച്ചതൊന്നും അല്ലെന്നേ, ഒരു പ്രേതം കടിച്ചതാ. പ്രേതങ്ങൾ എന്നാടാ നെഞ്ചിലാണോ കടിക്കുന്നത്? പിന്നെ നെഞ്ച തന്നെ അത് വേറെ. അതെ, ഒരു മനുഷ്യന്റെ സമയം ശരിയല്ലെങ്കിലേ അവൻ ഒട്ടകത്തിന്റെ മേലെ കയറിയിരുന്നാലും നായ വന്ന് കടിക്കും ചേട്ടാ. ഈ പഴഞ്ചൊല്ലിനും ഈ പാടിനും തമ്മിൽ എന്താടാ ബന്ധമുള്ള? ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ കെട്ടിയോൾ ഒളിച്ചോടിയില്ലേ? അതുപോലെ ഞാൻ ഓടി വന്നൊരു കഥയുണ്ട് ചേട്ടാ. പറയട്ടെ.